ഹായ്. അപ്പം ഇന്ന് ഇപ്പോൾ ഏകദേശം സമയം 7:30 കഴിഞ്ഞു. അത് ഞാനും ആരുഷും ചെറുതും രണ്ടെണ്ണത്തിനിപ്പം ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നമ്മൾ രാവിലെ പിള്ളേരെ കളിപ്പിക്കാൻ കൊണ്ടുപോകണം. അതായത് പാറ ഗ്രൗണ്ടിൽ നമ്മൾ കളിക്കാൻ പോവാണ്. ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇതായിരിക്കും നമ്മൾ കളിക്കുക. അപ്പം ഒരു മഴ പെയ്ത രാവിലെ, എപ്പോഴും പറയുന്ന പോലെ മഴ ഇപ്പം പെയ്തുകൊണ്ടുണ്ട്. അതായത് ജൂണായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മഴ പെയ്ത രാവിലെ നമ്മൾ രണ്ടെണ്ണത്തിന് വിളിച്ച് എണീപ്പിച്ചു. അതിലൊന്ന് എണീച്ചു, ഒന്ന് പല്ലേച്ച് റെഡിയായി ആരുഷ്. അപ്പോൾ രണ്ടാമത്തവൻ എണീക്കണത്ര പോനെയും കൂടെ വിളിച്ചിട്ട് നമുക്ക് നേരെ പാറ ഗ്രൗണ്ടിൽ പോവാം. ഇവിടെ ഉറക്കത്തിൽ നിന്ന് വലിച്ചെണീപ്പിച്ച് അതായത് ഇന്നലെ രണ്ടാളും പറഞ്ഞത് എന്നോട് പാറക്ക് പോകുന്നത്. അതിൽ ഒരാൾ റെഡിയായി, ഒരാൾ ഇവിടെ കണ്ണൊക്കെ തുറന്ന് വരണം. വാർത്തയൊക്കെ കാണുന്നുണ്ട് രാവിലെ എണീറ്റ്. ടയേർഡാണ്. ഇന്നലെ ഇവർ കണ്ണൂർ പോയത് തന്നെ ടയേർഡാണ് രണ്ടാളും. പക്ഷേ ഉറക്കം കിട്ടിയിട്ടുണ്ടാവും മതിയായ. അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ചെറുതിനെ പല്ലേപ്പിക്കാൻ ഉന്തി വിടണം, അല്ലെങ്കിൽ പോവില്ല. അപ്പം നമുക്ക് ഉന്തി വിട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഉന്തി വിടണം. രണ്ടാളെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചു. അപ്പം എന്തേ ബാറ്റ് നനഞ്ഞാ ബോൾ എടുക്കാം. അപ്പം നമുക്ക് ബോൾ അപ്പുറം ഒന്ന് കാട്ടിൽ പോയായിരുന്നു ഇന്നലെ, മടിയന്മാരെടുത്തില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ എടുത്ത് കൊടുക്കാം. രണ്ടിനും വിളിച്ചു. ഇത് ഉറക്കത്തിലുണ്ടത്തിനാ ബാറ്റ്. ആ ബാറ്റ് പോരെ. അപ്പോൾ ആ ബാറ്റ് എടുത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാം. ബാഡ്മിൻ്റൺ കളിക്കുന്നില്ല, കാരണം അതായത് ക്രിക്കറ്റ് നല്ല ഷോട്ട് അടിക്കാൻ പറ്റും. അതുകൊണ്ട് ടീമന്മാരോട് ഞാൻ അത് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാം. ഓക്കെ, പരുതാ. സോ നമുക്ക് ആദ്യം ബോൾ പരുതി കിട്ടണം, എന്നാലേ ക്രിക്കറ്റ് നടക്കുള്ളൂ. അപ്പം ബാഡ്മിൻ്റൺ എടുക്കണോ വെറുതെ? ബാഡ്മിൻ്റൺ എടുക്കണോ? അതും എടുക്കാം, ഇതും കളിക്കാം, രണ്ടും കളിക്കാം. എടുക്കുന്ന നമ്മൾ പോയിട്ട് വരാം. പോവാ. നമ്മളിന്ന് ബാഡ്മിൻ്റണും കളിക്കുന്നുണ്ട്, ക്രിക്കറ്റും കളിക്കുന്നുണ്ട്. അത് വരുമ്പോൾ എടുക്കാം കേട്ടോ. സോ ബാഡ്മിൻ്റണും കളിക്കുന്നുണ്ട്, ക്രിക്കറ്റും കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി ഇങ്ങനെ പോവുക. സോ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയാണ്. വെയിലും തുടങ്ങി. അപ്പോൾ എന്തായാലും മഴയില്ല, അതുകൊണ്ടൊരു നല്ല ഇതാണ്, കളിക്കാൻ പറ്റും. അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് ചെറുതെല്ലാം ഭയങ്കര എക്സൈറ്റഡ്. അതായത് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ പോവാണ്. വരി ആയി പോകുന്നു. മുമ്പിൽ ചെറുത് കുറച്ച്, ആരുഷ് അതിൻ്റെ കുറച്ച് വലുത്, ഞാൻ അതിനെക്കാട്ടും വലുത്. ഒരു ട്രൈപ്പോഡായിട്ടും വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും കാണാൻ. ഗൈസ്, അപ്പം വാവേൻ്റെ നീളമുള്ളൊരു ബാറ്റും എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിന് പിടിച്ചിട്ട് എത്തുന്നില്ല അല്ലേ? വെയിറ്റ്, അതായത് നോക്കാം ഇന്ന് ഇവരെ കളി എങ്ങനെയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് തൂഫാനാക്കാൻ പോകുന്ന ടീമാണ് രണ്ടും അല്ലേ? ചെറുത്ത് നോക്കി ഓൻ്റെ അത്രയ്ക്കേ ഉള്ളൂ ബാറ്റ്. ആ ബാറ്റ് ഓന് താങ്ങാനും പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പാറ ഗ്രൗണ്ടിലേക്കുള്ള വഴി. ഇതിലെയും വഴിയുണ്ട്, തൊട്ടപ്പുറത്തെയും വഴിയുണ്ട്. സോ നമുക്ക് ക്രിക്കറ്റ് കളിയും കാണാം, ഷട്ടിൽ ബാറ്റ്, അതായത് ഷട്ടിൽ കളിക്കുന്നതും കാണാം. ബാഡ്മിൻ്റൺ എന്ന് പറയാം, ബാഡ്മിൻ്റൺ കളിക്കുന്നതും കാണാം. ഓക്കെ, സോ നമ്മൾ ഏതോ പൊട്ടി വീഴാനായ മരം, അതിന് വീഴൂല, കാരണം ഇവിടെ അത് മുട്ടിയിട്ടാളെ. കടന്നു വെച്ചോ, തുള്ളിക്കോ. വാ, പറ്റും. പറ്റാത്ത കാര്യം നമ്മൾ ശ്രമിക്കണം. ഞാൻ പിടിക്കാം, കടന്നു വെച്ചോ. ഓക്കെ, സിമ്പിൾ. സോ നമ്മളങ്ങനെ ഗ്രൗണ്ടിലെത്തി. സോ നമ്മളങ്ങനെ കളിക്കാൻ പോവാണ്. അതായത് നിങ്ങളെ വീട്ടിലും പിള്ളേരൊക്കെ ഉണ്ടാവും, പിള്ളേരിങ്ങനെ കളിക്കാനൊക്കെ വിടുക. എന്നാൽ കളിക്കാൻ, അതായത് ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്,
എന്നീ കാര്യങ്ങളൊക്കെ കളിക്കാൻ വിടുക. അപ്പോഴേ അവർക്ക് ലൈഫിലൊരു ഡിസിപ്ലിനും ഉണ്ടാവും, പഠിത്തത്തിലും. അതായത് കളിച്ച് കഴിഞ്ഞാൽ പഠിത്തത്തിലും പഠിക്കാനൊരു ഉന്മേഷവും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഓക്കെ, ബാഡ്മിൻ്റൺ അവിടെ വെച്ചിട്ടുണ്ട്, വേറെ വെക്കാൻ സ്പേസില്ല. സോ ഇവന്മാർ നല്ല തണലിലെ സ്ഥലം നോക്കിയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകണം. ഓക്കെ, ബോൾ അറിയാൻ പോകുന്നുണ്ട്. സോ ഇവരുടെ കളിക്കാൻ തുടങ്ങി. സോ ബോൾ അറിയണം. മെല്ലെ ഓടിയാൽ മതി, വീഴല്ലേ. വീണ ഇങ്ങനെ അടക്കേണ്ടി വരും. അടിച്ചു കഴിഞ്ഞാൽ പറക്കാൻ പോലെ ഒരു ബുദ്ധിമുട്ട്. സോ നമ്മളങ്ങനെ ഗ്രൗണ്ടിൽ നടുവിലെത്തി. അടിച്ചു കൊടുത്തോ? 6 അടുത്ത്. ആര് 6 അടി? അയ്യോ, മുട്ടാനേ പറ്റിയില്ലു. ഞാൻ ഇവിടെ എത്തുമ്പോൾ എൻ്റെ കണക്കൂട്ടിലെത്തി അല്ലേ. ബോൾ നമ്മൾ എറിഞ്ഞു. അടുത്തൊരു 6, അടുത്ത 6. ഓ, പോന്നില്ലടാ. ബാറ്റ് ചെയ്യാനുള്ള കൊതി കാരണം ഞാൻ ഒരിക്കൽ ബാറ്റ് ചെയ്യാൻ പോകണം. എന്നാ മൈക്കോണോ? ആ, ഇങ്ങോട്ടാ എടുത്തേക്ക്. ഇട മുന്നോട്ടോ. ആ, പിടിച്ചോ. എടാ, സൂമി. ആ, അപ്പുറത്തെ ഗോളി പോസ്റ്റിന് ഇപ്പുറത്തെ ഗോളി പോസ്റ്റിലേക്ക് എത്തി. പക്ഷേ ഇപ്പുറത്തെ ഗോളി പോസ്റ്റിന് അപ്പുറത്തെ ഗോളി പോസ്റ്റിലേക്ക് എത്തി. എന്നാ നമുക്ക് കറക്റ്റ് ഇവനെ എറിയേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കാം, ആയിരിക്കും നല്ലത്. കാരണം ഇവനെ എവിടുന്നല്ലോ എറിയുന്ന കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുക്കാം. അവിടെയൊക്കെ 1 മിനിറ്റ്. ആരും ഇങ്ങനെ ആക്കുന്ന ആകുമ്പോൾ ഓടണ്ട. ബാ, ഇവിടുന്ന് തരണ പോരെ. ബാ, ഇവിടുന്ന് തരണാൽ മതി. സോ നമ്മൾ ഇവിടുന്ന് എറിയാനാണ് പോകുന്നത്. ഇതാണ് നമ്മൾ വരച്ചെടുത്ത വര. ആര് നല്ല വൃത്തി കളിക്കാൻ തുടങ്ങി. പ്രശ്നമുണ്ട്, ഇതാണ് ആ പ്രശ്നം. ഓടിക്കൊണ്ട് നിൽക്കേണ്ടി വരും. വിക്കറ്റ് നിർത്താൻ ചാൻസ് ഉണ്ട് ഇപ്പം അടുത്ത് തന്നെ. കാരണം എന്ന് വെച്ചാൽ ഈ ഓടിപ്പറക്കി എടുക്കലെന്ന് വെച്ചാൽ നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാം. ഉണ്ടാക്കിയ ബാറ്റ് ശരിയില്ല, അപ്പം ബാറ്റ് മാറ്റേണ്ടി വരുന്നാണ് തോന്നുന്നത്. എന്താ അവിടെ സ്റ്റക്കായോ? ബാഡ്മിൻ്റൺ കളിക്കുന്ന ബാഡ്മിൻ്റൺ ഇങ്ങനെ പോയാൽ ബാഡ്മിൻ്റൺ കളിക്കേണ്ടി വരും. കാരണം ബാറ്റ് ശരിയില്ല, അതാണ് പ്രശ്നം. അയ്യോ, സോ നമുക്ക് കഴിയുന്നില്ലേ? എടാ, വാമ്പ് ജയിച്ചില്ല നിങ്ങളെ കൊണ്ട്. ബാഡ്മിൻ്റൺ കളിക്കുന്ന ഇതായ ബോളായാ? ഓക്കെ, ഇങ്ങനെ മഴ പറ്റിച്ചു നമ്മളെ. എന്താക്കണ്ട് പോവാ? എന്നാ 6 ബോൾ മതി. ആ, ബാറ്റിങ് നിങ്ങൾക്ക് തന്നെ ബാറ്റിങ്. ഇവിടെ ഇയാൾക്ക് ബാറ്റിങ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം, വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കും അല്ലേ? ബാക്കി നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാലോ. ചെക്കന് ഗ്രൗണ്ടിൽ നിന്ന് കളിക്കണം. മഴ ചെറുങ്ങനെ പൊടിയുന്നല്ലേ. ആ, വേറണോ പോകുന്നുണ്ടോ? അടിച്ചിട്ട് ഒരു സുഖമില്ല അല്ലേ? അതാണ് ഈ മടൽ കൊണ്ടാക്കിയ ബാറ്റിൻ്റെ പ്രശ്നം. സോ ബാറ്റ്സ്മാൻ അറിയാലോ, പ്രോ ആണ്.
ഇനി ആരുവിനെ എടുത്ത് പറപ്പിക്കാനല്ലേ കുടില തന്ത്രമായിട്ട് ഇത്രയേരം അവൻ പറക്കി ഓടിയിട്ട്. ഇനി ആരുവിനെ നമ്മൾ പറപ്പിക്കും അല്ലേ? ഓരോ ബോളും ഓരോ ബോട്ടും. ഞാൻ അറിയണോ അടി? ഓ പോകുന്നില്ല. വാവേൻ്റെ ബാറ്റാണെങ്കിൽ പോവായിരുന്നു അല്ലേ? വാവേൻ്റെ ബാറ്റാണെങ്കിൽ പോവായിരുന്നു. വെയിലും മഴയും. കുറുക്കൻ്റെ കല്യാണമല്ലേ? ആരും ഇടുന്നല്ല ബോൾ എറിയുന്നത്. ഇവൻ അങ്ങോട്ടും അടിക്കുന്നുണ്ട് ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. നല്ല വെയിലാണ്. വെയിലെന്ന് വെച്ചാൽ വെയിലുമുണ്ട്, ചെറിയ മഴയുണ്ട്. മഴ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് അറിയില്ല. അതുകൊണ്ടോ തുള്ളി തുള്ളി വീഴുന്നു. സോ അതാണ് മഴേൻ്റെ ഒരു പ്രശ്നം. ഒക്കെ നമുക്ക് വേഗം കളിച്ചിട്ട് വേഗം പോകേണ്ടി വരും. കാരണം വെച്ചാൽ മഴ പെയ്തു. മഴ കൊണ്ട് കഴിഞ്ഞാൽ, വെള്ളം കൊണ്ട് കഴിഞ്ഞാൽ പനി വരുന്ന ഒരാളെ ഇവൻ. നമുക്ക് വേഗം കളിച്ചിട്ട് പോവാം. IPL നിർത്തി വെക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ബാറ്റ് വാളിച്ചു, അതുപോലെ തന്നെ മഴയും. ഒരാൾക്ക് വരാൻ തോന്നില്ല അല്ലേ? നമുക്ക് വൈകുന്നേരം വന്ന് കളിച്ചാലോ ഇവിടുന്ന്? ബാഡ്മിൻ്റൺ അത് എടാ അതിനറിയില്ല, ഒരു നെറ്റാണ്. അടുത്തേക്ക് പോവാ പോലെ അപ്പം നമുക്ക് അവിടെ ഹോട്ടലിലും പോകണം. നീ തിരക്കണ്ട? ബാ, മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഹോട്ടലിലും പോയിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോവാം. കാരണം നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് വാങ്ങാൻ പോവാം അല്ലേ? നമ്മുടെ പ്ലേയേഴ്സാണ്. എടാ ഇതൊക്കെ പിടിച്ച് നടക്കണം നീ. നോക്കണേ. അതാണ് നമ്മുടെ അഭിനയം. നമ്മൾ ആദ്യം അഭിനയിക്കും. അതെ, നമ്മൾ ലേൺ ചെയ്തു അല്ലേ? നമ്മൾ ലേൺ ചെയ്തു. ഇവിടെ നമ്മൾ മൂന്നാളും ഞാൻ ഇപ്പോൾ 2, 3 കണക്കെല്ലാം തെറ്റിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഞങ്ങൾ കണക്കൊക്കെ തെറ്റിച്ച് ഇങ്ങനെ പോവാം. ബാറ്റും കോക്കും എന്താ അല്ലേ? എല്ലാം കളിക്കാർ പ്ലേയേഴ്സ്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഇവിടെ ഹോട്ടലിൽ വന്നിട്ടുള്ള ഇതാണ് നമ്മുടെ ഇയാളെന്നാ അങ്ങോട്ടൊക്കെ ഡേ. മൈക്ക് വേണോ? മൈക്ക് വേണോ? വേണോ? എന്താ പറയാ? ചുമ ക്ഷീണം പിടിച്ചാ? വേർത്താ? ഞാൻ വേർത്തില്ല. നീയും വരത്ത് വാ, ഇങ്ങോട്ട് അടുത്തിരി. പിന്നെ 8-ാം തീയതി പോകുന്നത്? അപ്പം 8-ാം തീയതി 9-ാം തീയതി മുതൽ സ്കൂളിൽ പോകണം. 10-ാം തീയതി? 10-ാം തീയതി മുതൽ സ്കൂളിൽ പോകണം. മൈക്കര അതായിരിക്കുന്നല്ലേ. നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് എവിടെയില്ലേ മുളയുള്ളൊരു ഹോട്ടൽ, നമ്മുടെ നാട്ടിലേക്ക് ഒരു ഹോട്ടലാണ് മുളയിൽ പണി. ഇതാ ഫുള്ള് മുളയാണ്. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഇത് എന്തിൻ്റെ ചിത്രമാണെന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. എനിക്കറിയില്ല. കോക്കും ഷട്ടിലൊക്കെ വെറുതെ ഉണ്ടെന്നേ കളിച്ചില്ല. എടാ ഇതെടാ മറ്റേത് ചാർലി ചാപ്ലിൻ. പുട്ടിനല്ലേ? അല്ല ഇപ്പുറം ചാർലി ചാപ്ലിൻ. ഇതാ മൈക്ക് ടൈസൺ. അതാ ഇതാണ് പുട്ടിനെ പോലെ മറ്റേ ഇത് റഷ്യൻ ശാസ്ത്രജ്ഞന്മാരും ഫുട്ബോൾ കളിക്കാരും ഗുസ്തിക്കാരും പാട്ടുകാരും എല്ലാവരും ഉണ്ട്. അതാ മറ്റേ ബ്രൂസ്ലി ആ മുകളിൽ ഏറ്റവും മുകളിൽ ബ്രൂസ്ലി അടക്കം ഉണ്ട് ഇവിടെ. ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇത്രയും കാലം. ഹിറ്റ്ലർ എടുത്തു. ഹിറ്റ്ലറും ഉണ്ട് അവിടെ. എന്താ മോനെ, സൂപ്പറല്ലേ? സൂപ്പർ. അവിടെ ഒരു ലാമ്പ് മഹാത്മാഗാന്ധി ലാമ്പ് രാത്രിയാകുമ്പോൾ കത്തിച്ച് വെച്ചു കൊടുത്തു.
ആ ഗാന്ധി ഉണ്ട്, നല്ല രസമുണ്ട്. വെറൈറ്റി ലൈക്ക് മദർ തെരേസ. മദർ ഇത് പിടിച്ചാൽ മൈക്ക് എടുക്കട്ടെ. ശരിക്കൊരു നിങ്ങൾക്ക് എന്താണ് പറയാൻ ഈ അവസരത്തിൽ? മദർ തെരേസ അവിടെയുണ്ട്, എവിടെയുണ്ട്? ഓക്കെ. ഇപ്പം നമ്മൾ കൊണ്ട, ഞാൻ പിടിക്കാം കൊണ്ടോ, ഞാൻ പിടിക്കണോ? ഞാൻ പിടിക്കാം. കവർ അതന്നെ കൊണ്ട, വേം വിടാം. കവറുണ്ടോ? കവർ ഞാൻ പിടിക്കാം. നടക്ക്. സോ വേം വിടാം, അതായിരിക്കും നല്ലത്. തുടങ്ങി രണ്ടാളും ചെറിയ രീതിക്ക് മഴ നനയുന്നുണ്ട്. അപ്പം ഇവരെ വേം വീട്ടിലേക്ക് ഓടാൻ നമുക്ക് മെല്ലെ നടക്കാം. എടാ അവിടെ കയറി കഴിഞ്ഞാൽ ഓടിക്കോട്ടെ നിങ്ങൾ, ആയിരിക്കും നല്ലത്. ഉള്ളിൽ കയറിയാൽ ആ. സോ ഇവർ രണ്ടാളും പോകുന്നുണ്ട്. മൈക്ക് ആടെ വന്നിട്ട് ഞാൻ ഇപ്പോൾ എടുക്കാം. ആ ഞാൻ എടുത്തോളാം. വിട്ടോ. രണ്ടാളും ഓട്ടം തുടങ്ങി. കാരണം നല്ല മഴ കാരണം എല്ലാം നോക്കണേ. ആ ഞാൻ വരാം, ഇത് കൊണ്ടക്കട്ടെ. മഴ കാരണം നമ്മൾ വീട്ടിലെത്തി അല്ലേ? നല്ല മഴയാ, വൃത്തിയായിട്ട മഴ? നല്ല മഴ. താങ്കൾക്ക് എന്താണ് ഈ പറയാനുള്ളത്? നല്ല മഴ. സോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി കൂടും. അതുകൊണ്ട് നമ്മൾ വേഗം വന്നേ അല്ലേ? അതെ, നല്ല മഴ. അവിടെ പോയിട്ട് മൂത്തപ്പൻ്റെ മുടി വാരി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ട് മുടി കൊളാക്കി. എന്തൊക്കെ തരത്തിലുള്ള സന്തോഷമാണ് ഇവനിപ്പോൾ. എടാ സോ വാവേൻ്റെ ഒരു 6 കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ബാറ്റ് ശരിയില്ല അല്ലേ? 6 അടിച്ചിന് ഇവൻ? ഇല്ല, 6 പോയില്ലല്ലോ. പക്ഷേ 6 പോയിട്ടാ. നമുക്ക് നല്ല നിന്റെ മറ്റേ ബാറ്റ് നനഞ്ഞിനാ? ഓ അത് നനഞ്ഞു. നമ്മളിവിടുന്ന് എന്താ ബാറ്റ് വാങ്ങാത്തതെന്ന് ചോദിച്ചാൽ, ബാറ്റ് ഇവർക്കുണ്ട് ഓൾറെഡി. കാരണം ഇവിടെ വെച്ച് വാങ്ങി വെച്ച വേസ്റ്റാണ് അല്ലേ? ആരും ഇവിടെ ബാറ്റ് വാങ്ങി വെച്ച വേസ്റ്റ് ആയിരിക്കില്ലേ? മൈക്ക് സോ അങ്ങനെയാണ്. എവിടെ പോകുന്നു? അടുക്കളയിൽ പോന്നാ എന്തേ? സോ ചെക്കൻ എന്തോ തിന്നാൻ മുട്ടി, അതുകൊണ്ട് തിന്നാൻ പോന്നാ. സോ ഇടക്കിടയ്ക്ക് തിന്നു എന്തെങ്കിലും. മാൽക്കിസ്റ്റാണ് ഫേവറേറ്റ്. നിങ്ങളാരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ മാൽക്കിസ്റ്റും കൊണ്ടുവരിക. 8-ാം തീയതി വരെ സമയമുണ്ട്. ഓക്കെ. അപ്പം മഴ ഇങ്ങനെ തോർന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മളെ കളി മുടക്കി. അതിനിടയ്ക്ക് വെയിലും വന്നു. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു ഉണ്ടായത്. നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും അല്ലേ? പോകുന്ന സമയത്ത് നല്ല വെയിലല്ലുണ്ടായ? പോകുന്ന സമയത്ത് നല്ല വെയിലുണ്ടായതോ? പെട്ടെന്ന് മഴ വന്നേ. ആരുഷ് ക്രിക്കറ്റ്സിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് നോക്കിയിട്ട് എന്തെല്ലോ പഠിക്കുന്നുണ്ട്. അതെന്നാ കാർട്ടൂണാ? ഓ എന്താ? ഓ അങ്ങനെ. ക്രിക്കറ്റിൻ്റെ ഒന്നും നോക്കല്ല. ഓ സോ ചെക്കനുള്ളിൽ പോയിട്ട് എന്തെല്ലോ ഒച്ചയെല്ലാം ആക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണെന്ന് ഇവിടുന്ന് കേൾക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പം മൈക്ക് ഇവിടെ പിൻ ചെയ്യാണ്ട് ഇങ്ങനെ പിടിക്കുമ്പം ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ വോയിസ് ഭയങ്കരമായിട്ട് കയറിപ്പോകുന്നുണ്ട്. അതായത് വർത്തമാനം പറയുമ്പം എയറും നല്ലോണം കയറിപ്പോകുന്നുണ്ട്. അതാണ് ഒരു പ്രശ്നം ഞാൻ കണ്ടത്. അപ്പം ആരുഷിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ഇന്ന് ഇവർ തളിപ്പുറം പോകുന്നുണ്ട്. ആരുഷിന് പുതിയ ബാഗും. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവർ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ മാത്രമേ പോയുള്ളൂ, ബാക്കി ഇവർക്ക് സാധനം വാങ്ങാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം ഇന്ന് ഇവർ സാധനമൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഞാൻ ചിലപ്പോൾ പുതിയ ബോൾ വാങ്ങും, എനിക്ക് ഇഷ്ടപ്പെട്ട. അല്ലെങ്കിൽ പുതിയ ബാറ്റും വാങ്ങും. ബാറ്റ് ഇവിടുന്നില്ല, ഞാൻ ഡയറക്റ്റ് കിറ്റ് വാങ്ങും. ഓ കിറ്റ് വെച്ച എല്ലാം
ബാറ്റ് ബോള് പക്ഷെ അത് പാഡ് എല്ലാം. ഇവിടെ നിന്നല്ല, അത് ബോംബെന്നാണ്. ബോംബെക്കാരാ, അറിയാലോ അല്ലേ? സോ ഇങ്ങനെ നമ്മളെ വീട്ടിൻ്റെ അടുത്തൂടെ പല വണ്ടികളും പോകുന്ന മെയിൻ റോഡാണിത്. മെയിൻ റോഡ് എന്ന് വെച്ചാൽ ഹൈവേ അല്ല, ഉൾഗ്രാമത്തിലൊരു റോഡ്. ഇത് 2 സ്ഥലങ്ങളിൽ കൂട്ടിമുട്ടുന്ന ഒരു റോഡാണ്. ഒന്ന് പടന്ന, അതുപോലെ തന്നെ ഒന്ന് തോട്ടംകേറ്റ് ഹൈവേ. സോ അങ്ങനെയാണ്. സോ നമുക്ക് ചെറുതെന്നാ ആക്കുന്നത് നോക്കിയിട്ട് വരാം. എന്തോ ഒപ്പിക്കുന്നുണ്ട് അവിടെ പോയിട്ട്, മൊബൈൽ എടുത്തിരിക്കുന്നതാണെന്ന് അറിയില്ല. സോ നമുക്ക് നോക്കിയിട്ട് വരാം. ഓക്കെ, ക്രിക്കറ്റ് കളിയും ബാഡ്മിൻ്റൺ കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വിനോദം എന്ന് പറയുന്നത് കാർട്ടൂൺ. നമ്മളും പണ്ട് ചോട്ടാ ഭീമൊക്കെ കുറേ കണ്ടതാ. സ്റ്റുവേർട്ട് ലിറ്റിൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടതാ അല്ലേ? നീ സ്റ്റുവേർട്ട് ലിറ്റിൽ കണ്ടിട്ടുണ്ടാ? സ്റ്റുവേർട്ട് ലിറ്റിൽ ആരും കണ്ടിട്ടുണ്ടോ? സ്റ്റുവേർട്ട് ലിറ്റിൽ ആരും കണ്ടിട്ടുണ്ട്? അത് എൻ്റെയും ആരുവിൻ്റെയും ആ സമയം മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇല്ലല്ലോ സ്റ്റുവേർട്ട് ലിറ്റിൽ ഇല്ലല്ലോ. അതായത് അത് അത്ര ഭാഗം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ വൈകുന്നേരം സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന ഒരേ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് സ്റ്റുവേർട്ട് ലിറ്റിലായിരുന്നു. ആ പ്രായത്തിൽ, ഈ പ്രായത്തിലല്ല ഞാൻ പറയുന്നത്, ആ പ്രായത്തിൽ. ഓക്കെ, സോ അതൊരു ഭയങ്കര ഒരു അഡിക്ഷനുള്ളൊരു സംഭവമായിരുന്നു സ്റ്റുവേർട്ട് ലിറ്റിൽ. വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഒന്നിക്ക് മായക്കണ്ണൻ അല്ലെങ്കിൽ സ്റ്റുവേർട്ട് ലിറ്റിലാണ് ഞാൻ കാണുന്നത്. ഇവർ ആരുവിൻ്റെ സമയം വരെ ഉണ്ടായിരുന്നു. ചെറുതിൻ്റെ സമയമാകുമ്പം സ്റ്റുവേർട്ട് ലിറ്റിൽ, മായക്കണ്ണൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോയി. ഏകദേശം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടി വിയിൽ നിന്ന് തന്നെ പോയി. സോ 90s അറിയായിരിക്കും അവരുണ്ടാകുന്ന സമയത്തും. അതായത് ഓരോ തലമുറ മാറി വരുമ്പോഴും ഓരോ കഥയിൽ ഓരോ കാർട്ടൂൺ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറി മാറി കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് സംഭവിക്കുന്നത്. പുതിയ റിമോട്ട് പൊട്ടിച്ചു. ഇല്ല ജസ്റ്റ് ആയവണ. സോ ഇല്ല, അടപ്പ് മാത്രമേ ഉള്ളൂ. സോ നമ്മള് അല്ല ശരിയായി, അത് അടപ്പ് മാത്രമേ ഊരി വീണുള്ളൂ. ശരി. സോ അപ്പം നമുക്ക് ബാക്കി തുടർന്നുള്ള വീഡിയോ കാണാം. വാവേ എന്നാ കാണുന്നു? രസമുണ്ടോ ഇപ്പോഴത്തെ കാർട്ടൂൺ? ഷിൻചാൻ ബക്കട്ടെ. ഷിൻചാനാണ് നീ കാണല് കൂടുതലായിട്ട്? അത് നല്ല രസമുണ്ട്. അതാണ് ഫേവറേറ്റ്. ബോംബെയിൽ പോയാൽ കാണുന്ന കാർട്ടൂൺ, ഫേവറേറ്റ് കാർട്ടൂൺ അവിടെ ഷിൻചാൻ ഒന്നുമില്ല. ഷിൻചാനെ ആരോ? ഷിൻചാൻ അവിടെ ഇല്ല. ഇല്ലേ? അപ്പൊ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്? ഓ, മലയാളാണല്ലേ. അവിടെ മലയാളം TV കിട്ടൂല? ഓ അങ്ങനെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് കാര്യങ്ങൾ. പറയണ്ടെന്ന് ഇവരൊന്നും പറയാനില്ല. സോ ആര് ബോംബെയിലത്തെ കിറ്റ് വാങ്ങാൻ പോവാണ്. ഫോൺ കാണാൻ പോവുക. കള്ള ഓമുങ്ങി. സോ ഗൈസ്, അപ്പം പിള്ളേർ രണ്ടാളും ചായ കുടിക്കാൻ പോയി. അപ്പോൾ അവർ ചായ കുടിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. സോ ഈ വീഡിയോ വെച്ച് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ. ഇല്ല, ഞാൻ പോയില്ല. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ ബൈ. ഇപ്പം മഴ ഇങ്ങനെ പെയ്ത് നിൽക്കുന്നൊരു കാലാവസ്ഥ ഞങ്ങൾ കാണുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.